ഹായ് ഫ്രണ്ട്സ്, ബിബീസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് വീട്ടിലൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അധികം ചേരുവകളൊന്നും ഇല്ലാതെ പെട്ടെന്നൊരു ചിക്കൻ കറി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീഡിയോയിലേക്ക് പോവാം. ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം, അല്പം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാവേ. സവോള 3 സവോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കന് വേണ്ടി 3 സവോളയാണ്. അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 20-30% വാടിയിട്ടുണ്ട് സവോള. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ്. അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമുളക് മാറുന്നതിന് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. എന്നിട്ട് ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. നമുക്ക് മൂടിയും തുറന്ന് നോക്കാം. അല്പം കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയിട്ടേ ഒന്ന് മൂടി വെച്ചേക്കാം കുറച്ച് നേരം കൂടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി നമുക്ക് 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, പഴുത്ത തക്കാളി. അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2-3 തക്കാളി ചേർക്കാം. ഞാൻ 2 തക്കാളി ചേർക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് ഒന്ന് വാടട്ടെ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വാടിക്കിട്ടട്ടെ. അടച്ചു വെക്കാം. തക്കാളിയൊക്കെ ഏകദേശം വാടിക്കിട്ടിട്ടുണ്ട്. നമുക്കിനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ടേ അതിൻ്റെ അകത്തോട്ട് ഒരു 1.5 സ്പൂണ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ കുറച്ച് 4-5 തുള്ളി ചേർത്ത് കൊടുക്കാം. അത് നല്ലതായിട്ടൊന്ന് മിക്സ് ആകണം കേട്ടോ. അതിൻ്റെ അകത്ത് മിക്സ് ആയ ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. നമുക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് 2 സ്പൂൺ ചേർക്കുന്നത്. പിന്നെ എരിവുള്ള അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി 2 സ്പൂണ്. ഈ ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ്, അതിൻ്റെ 2 സ്പൂണ്. ഒരു പച്ചമുളക് മാറുന്നതിന് വരെ നമുക്കൊന്ന് ഇളക്കി. പൊടികളൊക്കെ നല്ലതായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ ഈ അരപ്പൊന്ന് വേകണം. അതിനുവേണ്ടി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ 1 കിലോ ചിക്കൻ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ചേർത്ത് കൊടുക്കാവേ. നല്ലതായിട്ട് എല്ലാ കഷ്ണത്തിനും പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് മൂടിയും തുറന്ന് നോക്കാം. നല്ലതായിട്ട് വെന്ത് വരുന്നുണ്ട്. ഒന്നുകൂടി ഇളക്കി വെച്ചിട്ടേ ഒന്നുകൂടി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാവേ. നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല തിളയൊക്കെ വന്ന് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തിട്ട് മല്ലിയിലയും പുതിനയിലയും കൂടെ മുറിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കണ്ടോ, മല്ലിയിലയുടെ ഒക്കെ ടേസ്റ്റും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിരിക്കും. കണ്ടോ ചിക്കൻ കറി കണ്ടോ.